എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീറ്റ് എന്ന ആനിമേ സീരീസിന്റെ എപ്പിസോഡ് 13 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഗ്രീൻ ഡീമൺ എന്ന ലെവൽ 5 ഡീമൺ അവരുടെ അടുത്തേക്ക് വരുന്നു. വന്ന ഉടനെ എല്ലാവരെയും അടിച്ച് തീർപ്പിച്ചു. ചെന്നിനെ അടിച്ചേർപ്പിച്ച് ജിയാലുവിന്റെ നേരെ വരുന്ന മാജിക് ടെമ്പിൾ ആണല്ലോ, സ്ട്രോങ് കൂടുതലുമാണ് എന്നതറിയാവുന്നത് കൊണ്ട് തന്നെയാകാം അവൾ ഐസൊക്കെ വെച്ച് തടയാൻ നോക്കി. എന്ന ആ ഷാർപ്പ് കൈ അതിന്റെ സ്പീഡിലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ലീഷൻ തടയാനും നോക്കുന്നുണ്ട്. അവളുടെ അടുത്ത് കൊല്ലുന്ന രീതിയിൽ വന്നു. അപ്പോൾ തന്നെ ട്രാക്ഷൻ യൂസ് ചെയ്ത് ശ്രദ്ധ മാറ്റി നേരെ ചെന്ന് അവനായിട്ട് ഫൈറ്റ് തുടങ്ങി. ഇതിന്റെ ഉപയോഗം ഏറെക്കുറെ മനസ്സിലായി കാണണം. ഇതല്ലാതെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, അതെല്ലാം പോയി കാണാം. ഇവിടെ ഹാവച്ചനായിട്ട് ഫൈറ്റ് ഫേസ് ടു ഫേസ് ഉമ്മ അവൻ മനസ്സിലെ കണ്ടതിൽ വെച്ച് സ്ട്രോങ് ആയ ഒരു ഡീമൺ തന്നെയാണ് ഈ ലെവൽ 5 ഡീമൺ ഗ്രീൻ ഡീമൺ. ഇതിന്റെ സ്പീഡ്, ഡിഫൻസ്, സ്ട്രെങ്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരേ ടൈമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കും ഒരുപാട് നേരം കഴിയില്ല. അവരോട് എനിക്ക് കുഴപ്പമില്ല, ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ. അവരങ്ങനെ റെഡി ഹാവച്ചനും ആയിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തീർപ്പിച്ചുള്ളനി. ഇതിന്റെ സ്പീഡിൽ അത് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ ട്രാക്ഷൻ ഞാൻ ലോക്കാക്കി നിങ്ങൾ അറ്റാക്ക് ചെയ്യും. പിന്നെ അവരെ എല്ലാവരും അവരുടെ ഓരോ സ്കില്ലുകൾ അത് ഉപയോഗിച്ച് അതിനെ കൊല്ലാനായിട്ട് നോക്കുന്നു. അത് ഹാവച്ചനെയാണ് ടാർഗറ്റ് ചെയ്യുന്നെങ്കിലും ഒരേ സമയത്ത് തന്നെ ഒരേ ടൈമിൽ ഡിഫൻസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഹാർഡായിട്ടുള്ള ഷെല്ലാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ അറ്റാക്ക് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടാക്കുന്നില്ല. അത് പിന്നെ ഹാവച്ചന് നേരെ വരുന്നു. ലീഷിനൊരു സ്കില്ല് യൂസ് ചെയ്ത് വരുന്നു. രണ്ടുപേരും അതിന്റെ കൈ അത് ഉപയോഗിച്ച് കറക്കി വിട്ടു. എന്നിട്ട് ചാടി വന്നു. അപ്പോൾ തന്നെ ഹാവ് ഫയർ അത് വെച്ച് ഡിസ്ട്രാക്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ ആ ടൈം ഹാവച്ചന് മാറാൻ കഴിഞ്ഞു. പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞ് ഡിവൈൻ പാരി അത് യൂസ് ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അവൻ അറ്റാക്ക് ചെയ്യുന്ന ആ സമയത്ത് ചെന്ന് കൂടി വന്ന് ഡിഫൻസിൽ ഹെൽപ്പ് ചെയ്ത് സീ പിറകിൽ നിന്ന് അറ്റാക്ക്. അപ്പോൾ തന്നെ അവരടിച്ച് അകറ്റി സീക്ക് നേരെ വരുന്ന ട്രാക്ഷൻ ഉപയോഗിക്കാൻ നോക്കി. എന്നാൽ അപ്പോഴേക്കും അവന്റെ ലിമിറ്റ് അത് കഴിഞ്ഞിരുന്നു. പിന്നെ ഹായുവിന്റെ സൗണ്ട് അത് ഉപയോഗിച്ച് ഡിസ്ട്രാക്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ജിയാന്റെ അൾട്ടിമേറ്റ് ഐസ്കില്ല അത് യൂസ് ചെയ്ത് അതിനെ ഫ്രീസാക്കി. അങ്ങനെ അതിനെ ഫ്രീസാക്കി വെച്ചു. ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് കഴിയില്ലെന്ന്. എന്റെ എനർജി തീരുന്നവരെ ഹോൾഡ് ചെയ്യാൻ കഴിയൂ. അവർക്ക് പോലും ഇതത്രയും ഹാർഡാകുമെന്ന് കരുതിയില്ല. നമുക്ക് പോകാം, സൂപ്പർവൈസറിനോട് പറയാം. അത് കേട്ട് ലീഡറിനെ ഇവിടെ വിട്ടിട്ട് പോകാനാണെന്ന് പറയുന്നത്. എന്ന ഹാവച്ചൻ ഈ സമയത്ത് മുൻപ് നടന്ന ഫൈറ്റില് അതിലെന്തെങ്കിലും വീക്ക്നെസ് ഗ്രീൻ ഡീമൺ ഉണ്ടോ എന്ന് ആലോചിക്കണം. അത് ആലോചിക്കുന്ന സമയത്താകട്ടെ ഇവിടെ രണ്ടുപേരും വഴക്കായി. പിന്നെ എങ്ങനെ നടക്കുകയാണെങ്കിൽ എല്ലാവരും ചാവും. അവൻ ആലോചിക്കുന്നു. ജിയാലു അപ്പോൾ ശരിയാണ്, നിങ്ങൾ പൊക്കോ, ഞാനാണ് എടുത്തു ചടിയത്. എന്നാൽ ലീഷിന് അത് കേട്ട് എന്തോ പോലെ അത് പയ്യെ പൊട്ടാനായിട്ടും തുടങ്ങി. ഹായു നേരെ വിളിച്ച് പറയുന്നുണ്ട്. ഹാവച്ചൻ മനസ്സിൽ ആലോചിച്ച് പോകുന്നു. വീക്ക്നെസ് എന്തോ കണ്ടിട്ട് അവൻ മനസ്സിലാക്കി. മതി, ഇനി ഞാൻ പറയുന്നത് കേട്ട് അത് പുറത്തുനിന്ന് ആവേശത്തോടെ അലറി വിളിച്ച് നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. ഹാവച്ച മാത്രം അവനോട് സംസാരിക്കുന്നുണ്ട്. നീ ഒറ്റയ്ക്കാണ്, അവരെല്ലാവരും പോയോ, പേടിക്കണ്ട, നിന്നെ കൊന്നിട്ട് അവരെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഫൈറ്റ് തുടങ്ങി. അത് എങ്ങനെ പോകുന്നു, നിന്റെ യഥാർത്ഥ സ്ട്രെങ്ത് കാണിക്കുന്നു പറഞ്ഞ് തിരിച്ചും കൊടുക്കുന്നുണ്ട്. അതിന് ഹാവച്ചനും ആ ഗ്രീൻ ഡീമനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അത് കുറച്ചു നേരം അതിന്റെ രണ്ട് കൈ അത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരെണ്ണം വന്നിട്ട് കുറച്ച് സെക്കൻഡ് ഒറ്റ സെക്കൻഡ് കഴിഞ്ഞാണ് മറ്റേത് വരുന്നത്. അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത്. അതിലെ ഞാൻ പറഞ്ഞു. ആദ്യം വന്നത് അബ്സല്യൂട്ട് ഡിഫൻസ്, ആ സ്കില്ല് യൂസ് ചെയ്ത് തടഞ്ഞു. അടുത്തത് വന്നപ്പോൾ ഡിഫൻസ്, ആ സ്കില്ലിലെ ഡിവൈൻ പാരി അത് ഉപയോഗിച്ച് തടഞ്ഞു. എന്നിട്ട് അവർ ഓഫ് അറ്റാക്ക്, അതോടെ ഇത്രയും നേരം ഒരു അറ്റാക്ക് പോലും ചെയ്യാൻ കഴിയാത്ത എതിർത്ത് മാത്രം നിന്ന ഗ്രീൻ ടീം തീർച്ചയായി. ഈ സമയത്ത് പ്ലാനിങ് ഉണ്ടായിരുന്നു. എല്ലാവരും ലൈറ്റ് അവർ അത് കൊടുത്ത് ഹീൽ ചെയ്തു. അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, സീനോട് വന്നിട്ട് നീ ഒരു വാരിയറാണ്, ഇങ്ങനെ പേടിച്ചെടുക്കാൻ പാടില്ല എന്നൊക്കെ, അതുപോലെ തന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ എയറിലേക്ക് വിടും. ആ സമയത്ത് സീ ചെന്നിന്റെ മുകളിൽ ചവിട്ടി പൊങ്ങി വന്ന് ചാടണം. അതിനെ അറ്റാക്ക് ചെയ്യണം. ഫയർ അതിന് ഫിയർ ആണ്, പേടി. അതേപോലെ ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടനെ ലീഷിന്റെ അറ്റാക്ക്, ലൈറ്റനിങ് സ്റ്റാബ്, അത് അങ്ങനെ രണ്ടുപേരും കൂടെ ചേർത്ത് ഫൈറ്റ് ചെയ്ത് ആ സമയത്ത് ഒരു സൗണ്ട് അതുണ്ടാകും, വേദന കാരണം. അപ്പൊ ജിയാലും അറ്റാക്ക് ചെയ്യണം. ഇതെല്ലാം ഹാവച്ചൻ പറയുന്നതാണ്. ഇപ്പോഴാണ് അതിന്റെ വീക്ക് പോയിന്റ് അത് മനസ്സിലാകുന്നത്. അത് ഹായു ആണ് കണ്ടുപിടിച്ചതിന്. അതിന്റെ ആക്ഷൻ കാണിച്ചല്ലോ, വായാണ് അതിന്റെ വീക്ക്നെസ്. ഇതിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ക്രൂവൽ ബാറ്റിൽ ഫീൽഡിൽ ടീമേറ്റിനെ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും വലിയത്. അത് കേട്ട് ജിയാലുവിന് എന്തോ പോലെ അതേപോലെ ചെയ്യുന്നു. ഈ സമയം മാത്രം ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് വായില് ഐസ് ഉത്തിറങ്ങി. ഹാവച്ചന്റെ വോയിസ്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഷോട്ടിൽ തന്നെ കാര്യം നടക്കും. അങ്ങനെ അത് ഡെഡായി. ജിയാലുവിനെ പോലെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ലെവൽ 5 ഡീമിനെ കൊന്നു. എന്നാൽ അത് ഡെഡായിട്ടില്ല. പെട്ടെന്നാണ് അറ്റാക്ക്. അത് ഹാവച്ചൻ തടഞ്ഞു. എന്ന് അവന്റെ തോളിൽ കുത്തിയിറക്കി. അവനെ ഒരു ലൈറ്റ് പവർ അത് ഉപയോഗിച്ച് തീർപ്പിച്ചു. ആൾറെഡി നല്ല ഇഞ്ചുറി പറ്റിയത് ഇപ്പോൾ മൊത്തത്തിൽ ഡെഡായി. അവന് തെറിച്ചുപോയി വീഴുന്നു. അവന്റെ ബോധം പോയി. അതിനുശേഷം കണ്ണുറക്കുമ്പോൾ ടെലിപോർട്ടേഷൻ പോർട്ടല് അവരങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ മയങ്ങി കിടക്കുമ്പോൾ സി അവർക്ക് ചലഞ്ച് പൂർത്തിയാക്കാനുള്ള ഡീമൺസിനെ ഇതുവരെ കൊന്നിട്ടില്ല, ഇതിൽ ഫെയിൽ ആകുമോ എന്ന് ചോദിക്കുന്നു. ജിയാലുവിന് മനസ്സിൽ മുൻപ് അവൻ പറഞ്ഞത് അവരുടെ ടീമേറ്റ് ആർക്കും ഒന്നും പറ്റാൻ സമ്മതിക്കില്ല, എങ്കിൽ അവൻ ചാവണം എന്നതാണ്
അത് ഓർത്ത് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് സൂപ്പർവൈസർ വരുന്നത്. അവർ കുറച്ചുകൂടി സമയമാണെന്ന് പറയുമ്പോൾ അവർ ലെവൽ 5 ടീമിനെ കൊന്നു. ടീമായിട്ട് നിങ്ങൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആയി, എല്ലാവരും പാസ്, ഇനി നിങ്ങൾക്ക് എന്റെ കൂടെ മൂൺ സെറ്റിലേക്ക് വരാം. അതേപോലെ ആക്ഷൻ കളിച്ച് പറയുമ്പോഴാണ് അങ്ങോട്ട് യഥാർത്ഥത്തിൽ സൂപ്പർവൈസർ വരുന്നത്. അവരോട് കാര്യം പറഞ്ഞിട്ട് ഇനി ഡീമൺ ഹണ്ടർ ട്രയലിനെ പറ്റി പറയാം എന്ന് പറഞ്ഞ് തുടങ്ങി. ഇത് ഓരോ 5 വർഷം കൂടുമ്പോൾ വെക്കുന്നതാണ്. അതിൽ ആദ്യം പ്രീലിമിനറി, അതിൽ ഇന്റേണൽ കോമ്പറ്റീഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഹാവോച്ച് നൈറ്റ് ആണല്ലോ, അപ്പൊ അതേ പ്രൊഫഷനിൽ ഉള്ളവരുമായിട്ട് മത്സരിക്കണം. അങ്ങനെ 100 കൂടുതൽ കോമ്പറ്റീഷൻ കാണും. അതിൽ ടോപ്പ് 10 മാത്രമേ പാസ്സാകൂ. അതുപോലെ 6 ടെമ്പിളിൽ നിന്ന് 60 പേര്, ആ 60 പേര് കൂടി ഡെമോ ഹണ്ടിങ് സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ ടോപ്പ് 10 വരുന്നവരാണ് ടീം ഉണ്ടാക്കാൻ കഴിയുക. ആ 60 പേര് തമ്മിൽ ഫൈറ്റ് ആകും. അതിൽ ടോപ്പ് 10 വരുന്നവർ, അതിൽ ടോപ്പ് 3 ആണെങ്കിൽ അവർക്ക് റെയർ ആയിട്ടുള്ള സാധനം ലഭിക്കും. അത് വേൾഡിലെ ബെസ്റ്റ് ട്രഷറാണ് ഫർണീസ്. അത് എല്ലാ ആൾക്കാരും നേടാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് ഹാവച്ചലിൽ കണ്ടതാണല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുകയാണെങ്കിൽ അവർക്ക് ഡിഫൻസ് അത് ചെയ്യാൻ കഴിയും. ഡീമിനെ പോലെയുള്ള അത് വന്ന് എതിർക്കാനും കഴിയും. സ്കില്ല് ഫർണീസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല പോകേണ്ടത്, സ്കോഡ് അതിൽ ട്രസ്റ്റ് കൂടി ആവശ്യമാണ്. നിങ്ങൾക്ക് അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാനുള്ള ഒരു ടോക്കൺ അത് കൊടുത്തു. ഇതിലവരുടെ പ്രൊഫഷൻ അത് സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ജിയാലുവിന്റെ മേഘ് ഐസ് മേഘ് എനർജി 1221, ലീഷിന്റെ ഡിസ്മനേറ്റ് 1203, ആവോച്ചന്റെ ഗാർഡിയനേറ്റ് 1257, എക്സ്ട്രൈറ്റ് ഫർണൈസ് ഹായു എന്ന ലെവൽ 4 ബീസ്റ്റ്. അങ്ങനെ എല്ലാവരും അത് ചെയ്യുന്നു. അവരോട് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നു. അത് ചെയ്യുന്നതോടെ ഡീമൺ ഹണ്ടർ ട്രയലിലേക്ക് ഒഫീഷ്യലായിട്ട് ജോയിൻ ആയി എന്നാണ്. അവരോട് ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അവരും നന്ദി പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് അസാസിൻ ടെമ്പിൾ. ഹീറോയിനോട് അസാസിൻ വൈസ് ഓണറായ ഇൻസോയ്ഫെൻ ഡീമൺ ഹണ്ടർ ട്രയൽ സ്റ്റാർട്ടാകാൻ പോകുന്നു, നീ പോകേണ്ട സമയമായി. അവളാണ് അങ്ങോട്ട് ഹീറോയിനെ കാണിക്കുന്നില്ല, വരുന്നേ. അവിടെ ഉള്ളവര് റെയിൻക്രേഷൻ വന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ഉള്ള പ്രതിമ അതിനെ നോക്കി നിൽക്കുമ്പോൾ നിനക്ക് മിസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരാം എന്ന് അവളാകട്ടെ എനിക്ക് പ്ലീസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പോകുന്നതിനോടൊപ്പം ആ പ്രതിമ അത് തകർത്താണ് പോകുന്നത്. അവളുടെ ഉള്ളിൽ ഇമോഷൻസ് ഇല്ല എന്നതാണ് കാണിക്കുന്നത്. ഇനി എന്നെ നിർത്താൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ഗോഡിനെ പേടിച്ചിട്ടുണ്ടോ? യൂണിവേഴ്സിന്റെ ഏതൊരു ഭാഗത്തു നിന്ന് അവർ വന്നു, അവർക്കെല്ലാം ലോഡാണ്. ഡീമൺ കിങ് കണ്ണു തുറക്കുന്നവരുടെ വേൾഡ് എൻ്റെ ഡാർക്ക്നെസ്സിലേക്ക് പോയി 1000 വർഷമായിട്ട് ഹ്യൂമാനിറ്റി എതിർക്കാൻ നോക്കുന്നു. അത് ഒരുപാട് ഉറുമ്പ് ഒരു മരത്തിനെ കുലുകാൻ നോക്കുന്നത് പോലെയാണ്. എന്നാൽ ഡീമലോട് പോലും ഞെട്ടിയ ആ സ്റ്റാറുകൾ, അന്ന് കണ്ട ബ്രൈറ്റായ ആ വിധിയുടെ സ്റ്റാർ, അത് സ്പിൻ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണോ സ്റ്റാർ ലൈറ്റ് കാണാതായത് അവിടെ ദിവസങ്ങളില്ലാതെ പലയിടത്തുള്ള യങ്ങായ ആൾക്കാർ അവർക്ക് പോലും അറിയാതെ അവരുടെ ജേണി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും വർഷമായിട്ട് ഡാർക്ക്നെസ്സിലുള്ള ലോകത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ടൈം അടുത്തു. ഇതാണ് എൻഡ്ലെസ് വാർ ഇല്ലാതാക്കാൻ പോകുന്നതിന്റെ തുടക്കം. അവർ ആരെയും പേടിക്കുന്നില്ല, അവർ ചേഞ്ച് ചെയ്യും വേൾഡിനെ. അവരുടെ അൺമാജിക്കൽ പവേഴ്സ് കൊണ്ട് എണ്ണാൻ കഴിയാത്ത ചലഞ്ചസ്, എണ്ണാൻ കഴിയാത്ത അഡ്വഞ്ചർ, ബാറ്റിൽ എല്ലാം ഒരു ദിവസം അവസാനിപ്പിക്കാനായിട്ട് പോകും. ഇതാണ് ഒരുമയുടെ തുടക്കം. ഇതാണ് ഷൈനിങ് സ്റ്റാർ, കത്തിജ്വലിക്കുന്ന മനുഷ്യരാശി. ഹാവച്ചൻ കണ്ട ആ സ്വപ്നം അതടക്കി കാണിക്കുന്നുണ്ട്. ഇനി എന്താണോ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ചെറിയ എപ്പിസോഡാണെന്ന് അറിയാം. ഇതോടെ ഈ ഒരു പോഷൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വേറൊരു രീതിയിലായിരിക്കും ഈ സ്റ്റോറി പോവുക. അതൊരു പുതിയ എപ്പിസോഡായിട്ട് ഇടാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഓക്കെ, ബൈ.